2024 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിൻ്റെ 78ാം സ്വാതന്ത്ര്യദിന ആഘോഷമാണല്ലോ. വയനാടിലെ വലിയ ഒരു ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കേരളീയർ. ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആദ്യത്തെ സ്വാതന്ത്ര്യദിന ആഘോഷം നടന്നത് 1947 ആഗസ്റ്റ് 15-നാണല്ലോ. അങ്ങനെ നോക്കിയാൽ 78ാമത്തെ സ്വാതന്ത്ര്യദിനവും 77ാമത്തെ സ്വാതന്ത്ര്യദിന വാർഷികവുമാകുമല്ലോ. 1947 ആഗസ്റ്റ് 14 നെഹ്റു നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഇന്ന് അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ഒരു പുതിയ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും കടക്കും. എന്തുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്? ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോകാൻ തീരുമാനിച്ചു. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയായ മൗണ്ട് ബട്ടൻ പ്രഭു അത് പ്രഖ്യാപിക്കാൻ ഒരു പത്രസമ്മേളനം വിളിച്ചു. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള പ്രമുഖർ അതിൽ പങ്കെടുത്തു. ബ്രിട്ടൻ ഇന്ത്യ വിട്ടു പോവുകയാണെന്നും ഇനി ഇന്ത്യയുടെ അധികാരം ഇന്ത്യക്ക് തന്നെയാണെന്നും പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു പത്രലേഖകൻ മൗണ്ട് ബാറ്റനോട് ചോദിച്ചു, ആ തീയതിയും കൂടെ ഒന്ന് പറയാമോ? അദ്ദേഹം ഉടൻ പറഞ്ഞു, ഓഗസ്റ്റ് 15. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ സഖ്യസേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയത് 1945 ഓഗസ്റ്റ് 15-നായിരുന്നു. ആ ദിവസമാണ് ബ്രിട്ടൻ ഇന്ത്യക്ക് അധികാരം കൈമാറാൻ തീരുമാനിച്ചത്. എന്നാൽ ഇന്ത്യയിലെ ഒരു കൂട്ടം ജ്യോതിഷ പണ്ഡിതന്മാർ കണക്ക് കൂട്ടി ആഗസ്റ്റ് 15 തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ അധികാരം കൈമാറാൻ കൊള്ളത്തില്ലെന്നും അങ്ങനെ നടന്നാൽ ഇന്ത്യക്ക് മഹാവിരുദ്ധമാണെന്നും പറഞ്ഞു. ഒടുവിൽ നെഹ്റുവും ജ്യോതിഷ പണ്ഡിതന്മാരും നടത്തിയ ചർച്ചയിൽ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ അധികാര കൈമാറ്റം നടത്തുകയായിരുന്നു. വയനാട് ദുരന്തമുഖത്ത് ദുരിതമനുഭവിക്കുന്ന ഒപ്പം ചേർന്നുകൊണ്ടും അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും നൽകുന്ന സന്നദ്ധ ഭടന്മാർക്കും വേണ്ടി ഈ സ്വാതന്ത്ര്യ ദിന സന്ദേശം അർപ്പിച്ചുകൊള്ളുന്നു.